നടൻ ടൊവിനോ തോമസ് മീഡിയ വണ്ണിന് നൽകിയ ഒരു അഭിമുഖത്തിന്റെ വിശേഷങ്ങളാണ് ഇനി. ഓൺലൈൻ റിവ്യൂകൾ സിനിമയ്ക്ക് ഗുണമേ ചെയ്യുകയുള്ളൂവെന്നും വ്യക്തിഹത്യയാണ് പ്രശ്നമെന്നും നടൻ ടൊവിനോ തോമസ്. മലയാള സിനിമ കേരളത്തിന് പുറത്തേക്കുള്ള മാർക്കറ്റിലേക്ക് വേണ്ടത്ര ശ്രദ്ധ ഇപ്പോഴും നൽകുന്നില്ലെന്നും ടൊവിനോ പറഞ്ഞു. ARM സിനിമയുടെ പ്രമോഷന്റെ ഭാഗമായി മസ്കത്തിലെത്തിയ ടൊവിനോ മീഡിയ വണ്ണിന് നൽകിയ അഭിമുഖത്തിലാണ് മനസ്സ് തുറന്നത്. സിനിമാ റിവ്യൂകൾ പല രീതിയിലും സിനിമയ്ക്ക് ഗുണമാകുന്നുണ്ട്. ചില റിവ്യൂകൾ പ്രമോഷന് പോലും ഉപയോഗിക്കുന്നത് കാണാം. റിവ്യൂ അല്ല പ്രശ്നം. അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ വ്യക്തിഹത്യ നടക്കരുത്. വിമർശനങ്ങൾ നല്ലതാണ്, അതിൽ നിന്ന് പഠിക്കാൻ കഴിയുമെന്നും ടൊവിനോ തോമസ് പറഞ്ഞു. തീർച്ചയായിട്ടും ഇപ്പൊ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കി കഴിഞ്ഞാൽ ഇപ്പൊ സിനിമാക്കാർ റിവ്യൂകളെ പ്രമോഷന് വേണ്ടിയിട്ട് വരെ ഉപയോഗിച്ചു തുടങ്ങിയിട്ടുണ്ട്. നല്ല റിവ്യൂ കണ്ടു കഴിഞ്ഞാൽ അതിൽ നിന്ന് കട്ട്സ് ഇട്ടിട്ട് അപ്പൊ പിന്നെ റിവ്യൂസിനെ അങ്ങനെ നിശിതമായിട്ട് വിമർശിക്കുന്നതിൽ കാര്യമില്ല. ഞാൻ ഈ വ്യക്തിഹത്യനെ മാത്രമേ ഞാൻ അന്നും ഇന്നും എതിർക്കുന്നുള്ളൂ. അതിന്റെ ആവശ്യമില്ല. വ്യക്തിഹത്യ ഇല്ലാതെയും ഈ കാര്യങ്ങൾ പറയാം. ഇതിനെപ്പറ്റി കുറച്ചുകൂടെ എന്താ പറയുക, ഡീറ്റെയിൽ ആയിട്ടൊന്ന് റിസർച്ച് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ കാണുന്നവർക്കും അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. എനിക്കും ഭയങ്കര താല്പര്യമുണ്ട് അങ്ങനെയുള്ള. ഞാനത് സിനിമയെ പറ്റിയിട്ട് നല്ല വിവരമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുള്ള ആൾക്കാരോടും, എന്നാൽ സിനിമയെ പറ്റിയിട്ട് അത്രയും വിവരമുണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയാത്ത, എന്നാൽ കുറച്ച് ഇമോഷണലി സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരിൽ നിന്നും അഭിപ്രായങ്ങൾ അറിയാനായിട്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. മലയാള സിനിമകൾക്ക് GCCയിൽ കൂടുതൽ സ്വീകാര്യത ലഭിച്ചു തുടങ്ങുന്നുണ്ട്. നമ്മുടെ സിനിമ മറ്റു മാർക്കറ്റുകളിലേക്കും വ്യാപിപ്പിക്കേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞു. നല്ല കണ്ടന്റിലും ക്വാളിറ്റിയിലും സിനിമ ചെയ്യുന്നു, പക്ഷെ കൃത്യമായ മാർക്കറ്റിംഗ് നടക്കുന്നില്ല. അതാണ് പ്രശ്നം. പ്രൊഡ്യൂസർമാർ ബജറ്റിൽ ഇതുകൂടി മുന്നിൽ കാണണമെന്നും ടൊവിനോ പറഞ്ഞു. പക്ഷെ ഒരു സിനിമയുടെ നമ്മൾ ഒരു പ്രൊഡ്യൂസർ എപ്പോഴും ചിന്തിക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നത് അതിന്റെ ബിസിനസ്സാണ് ഇപ്പൊ എല്ലാവരും ചിന്തിക്കുന്നത്. ബിസിനസ് എല്ലാവർക്കും ചിന്തിക്കാൻ പറ്റും. അതാണ് ഫസ്റ്റ് തോട്ട് വരുന്നത്. അതിന്റെ അപ്പുറത്തേക്ക് അതിന്റെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ചിന്തിച്ചു കഴിഞ്ഞാലാണ് നമുക്കൊരു വിഷൻ ഉണ്ടാവുക. ഇതെങ്ങനെയാണിത്, എവിടേക്കൊക്കെ എത്തും, ആർക്കൊക്കെ ഇത് അപ്പീലിംഗ് ആയിരിക്കും. അങ്ങനെ ആ പൊട്ടൻഷ്യൽ മനസ്സിലാക്കി ബിസിനസ് മാത്രം ചിന്തിക്കുമ്പോഴാണ് നമുക്ക് പ്രൊമോഷൻ സ്പെൻഡ് ചെയ്യാൻ തോന്നാതിരിക്കുക. എന്നാൽ പൊട്ടൻഷ്യൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ പ്രൊമോഷൻസിന് സ്പെൻഡ് ചെയ്യും. ഏറ്റവും പുതിയ സിനിമ അജയന്റെ രണ്ടാം മോഷണത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായാണ് ടൊവിനോയും അണിയറ പ്രവർത്തകരും മസ്കറ്റിലെത്തിയത്. അവന്യൂസ് മാളിൽ മീ ഫ്രണ്ട് സംഘടിപ്പിച്ച പരിപാടിയിൽ നൂറുകണക്കിന് ആളുകളാണ് താരത്തെ കാണാൻ തടിച്ചുകൂടിയത്. മീഡിയ വൺ, മസ്കറ്റ്.